പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവെക്കാൻ മീഡിയ വണ്ണൊപ്പം ഒരു അതിഥി കൂടെയുണ്ട്. കോഴിക്കോട് മീഡിയ വൺ ആസ്ഥാനത്തിന്റെ അയൽവാസിയായ പ്രമുഖ മാപ്പിളപ്പാട്ട് ഗാനരചയിതാവ് ബാപ്പു വെള്ളിപ്പറമ്പ്. പഴയകാല പെരുന്നാൾ ഓർമ്മകളും പാട്ടുകളുമായി ബാപ്പു വെള്ളിപ്പറമ്പ് സമീർ സി മുഹമ്മദിനൊപ്പം ചേരുകയാണ്. നേരാം സ്നേഹിതരെ, എൻ കൂടെ പിറപ്പുകളെ, ഈ നാളിൽ ഞാനോദാം എഴുതിനാശംസ. നേരാം സ്നേഹിതരെ, എൻ കൂടെ പിറപ്പുകളെ, ഈ നാളിൽ ഞാനോദാം എഴുതിനാശംസ. എഴുതുവിശേഷങ്ങളുമായി നമുക്കൊപ്പം പ്രമുഖ ഗായകനും ഗാനരചയിതാവുമായ ബാപ്പു വെള്ളിപ്പറമ്പ് ചേരുന്നു. ബാപ്പുക്ക, നമസ്കാരം. എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? എവിടം വരെ എത്തി? പെരുന്നാളിൻ്റെ ആഘോഷം ഇന്നൊക്കെ യാന്ത്രികമാണ്. കംപ്ലീറ്റ് ഫോണിലെടുത്ത് എത്തുന്ന ഭക്ഷണം, വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഭക്ഷണവും ഇല്ല. ഒക്കെ ഫോറിൻ അറേബ്യൻ ഫുഡുകൾ. പഴയ പെരുന്നാളിൻ്റെ ഒരു മണവും ഒരു പരിമളവും ഇല്ലാത്തൊരു പെരുന്നാളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ ആഘോഷത്തിൻ്റെ പൊലിമകളൊന്നുമില്ല. എല്ലാം നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. നമുക്ക് ഒരു പെരുന്നാൾ പാട്ടിലേക്ക് പോയാലോ? പെരുന്നാൾ പാട്ടിലേക്ക് പോകാം. 1984 ഞാൻ എഴുതിയിട്ട് TC കോയ സംഗീത സംവിധാനം ചെയ്ത് അന്നത്തെ പ്രശസ്ത ഗായകൻ നിലമ്പൂർ ഷാജി പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ട് അന്നും ഇന്നും പെരുന്നാളിന് കേട്ടുകൊണ്ടിരിക്കുന്നൊരു പാട്ടാണ്. ചൊവ്വാല് മാസ നിലാവ് വിരിഞ്ഞു, ശറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞു, തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി, തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി, തെളിവേറും ചെറിയ പെരുന്നാൾ തുടങ്ങി, തെളിവേറും ചെറിയ പെരുന്നാൾ തുടങ്ങി. കാലം എത്ര കഴിഞ്ഞാലും അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ കാലത്ത് കേസറ്റ് യുഗമാണ്. പെരുന്നാളിന് പ്രത്യേക പാട്ട്, ഓണത്തിന് പാട്ട്, വിഷുവിന് പാട്ട്, ക്രിസ്മസിന് പാട്ടൊക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ വെറും ഓർമ്മകളായി. ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും ആസ്വദിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ന്യൂജൻ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല. നമ്മളുടെ അന്നത്തെ ആ ഒരു സുവർണ്ണ കാലഘട്ടം. അതുപോലെ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിലാണ് നമ്മുടെ പ്രവാസികളൊക്കെ നാട്ടിൽ വന്ന് ഈ പെരുന്നാളിൻ്റെ ഈ ഭാഗമാകണം എന്നൊക്കെ ആഗ്രഹിച്ച ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ പല ആളുകൾക്കും പറ്റിയിട്ടില്ല. അപ്പോൾ ആ പ്രവാസികളെ സംബന്ധിച്ചുള്ള കുറേ പാട്ടുകളും എഴുതിയിട്ടുണ്ടല്ലോ. കുറേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു 2 വരി. പ്രവാസികളെ കുറിച്ച് അന്നത്തെ കത്തുപാട്ടുകൾ ഇറങ്ങിയ സമയത്ത് ധാരാളം കത്തുപാട്ടുകളും ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അല്ലാത്ത അവരുടെ ഓർമ്മകളുടെ വെച്ചുള്ള കുറേ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ. അതിൽ വിളയിൽ ഫസീൽ നമ്മളെ പഠിത്തും കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം മരണപ്പെട്ടു പോയ വിളയിൽ ഫസീല പാടിയ പാട്ട് സൂപ്പർ ഹിറ്റായിരുന്നു അന്ന് ആ കാലത്ത്. ഈർഷയിലേക്കെന്നുരത്ത് പോയതാണെൻ്റെ മുത്ത്, പോയതിൽ പിന്നെ അയച്ചിട്ടില്ല ഒരു കത്ത്, എൻ്റെ പൂമണിമാരന് പറ്റി പോയോ ആപത്ത്. ധാരാളം പ്രവാസി സുഹൃത്തുക്കളാണല്ലോ നമ്മളുടെ മാപ്പിളപ്പാട്ട് ഗായകരി, പാട്ട് എഴുത്തുകാരിയൊക്കെ വളർത്തിയത്. ഇന്നും അവർ തന്നെയാണ്. നാട്ടിലുള്ളവർ കുറച്ച് പറയല്ല, ഇത്രയും ഒരു പോപ്പുലാരിറ്റി നമ്മളാക്കി തന്നതിൽ വലിയ പങ്ക് പ്രവാസി മലയാളികൾക്കുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ നാളുകളിലുള്ള പെരുന്നാൾ ആഘോഷത്തെയാണോ അതല്ല കുട്ടിക്കാലത്തെ ആഘോഷത്തെ, ഏതാണ് ഇക്കയുടെ മനസ്സിലേറ്റവും തങ്ങി നിൽക്കുന്നത്? ഏതാണ് ഏറ്റവും ഭംഗിയുള്ളത്? കുട്ടിക്കാലത്തെ ആഘോഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം അന്ന് ഭക്ഷണം പോലും ഇല്ലാത്തൊരു കാലമാണ്. പെരുന്നാളിനാണ് ഒരു ഭക്ഷണം ഉണ്ടാവുക. വയറ് നിറയെ കഴിക്കാൻ പെരുന്നാളിനാണ് കിട്ടുക. പുതിയ വസ്ത്രങ്ങൾ കിട്ടുക പോയി പെരുന്നാളിനാണ്. പെരുന്നാളിൻ്റെ ആ ദിവസത്തിലാണ് ബാപ്പയൊക്കെ, എൻ്റെ ബാപ്പ ഒരു ലോറി ഡ്രൈവറായിരുന്നു. ആ ലോറി പോയിട്ട് രാത്രി പിന്നെ ബാപ്പനെ കാത്ത് ഇരിക്കുന്നൊരു സംഭവമുണ്ട്. ദൂരെ വഴിക്കൊക്കെ പോയിട്ട് അന്ന് ഫോണും സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ബാപ്പനെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയ സമയത്ത് പിന്നെ ബാപ്പ വന്ന് വിളിച്ചുണർത്തിയിട്ട് പൂത്തിരിയും ഇതൊക്കെ കാണിച്ചു തന്നൊരു പെരുന്നാളുണ്ട്. ആ പെരുന്നാളിൻ്റെ ഗുണപ്പില്ല. അതുപോലെ അന്നത്തെ ഈ മൈലാഞ്ചിയിടലും നാട്ടുമ്പുറത്ത് ഇങ്ങനെ ഇലയിന്ന് പറിച്ചു കൊണ്ടുവന്ന് അതൊക്കെ അരച്ചു. അതാണ് അന്ന് PT അബ്ദുറഹ്മാൻ എഴുതിയത്. മൈലാഞ്ചി അരച്ചല്ലോ, മലർ കയ്യിൽ പാതിച്ചല്ലോ, വൈകണ്ണിൽ കീനാവി വെളോളിപ്പിച്ചല്ലോ, എല്ലാം മൈന പണ്ണിവൾക്കിന്ന് നിക്കാണല്ലോ.
അന്ന് മൈലാഞ്ചി കട്ട് കൊണ്ടുവരിക ചെയ്യുക. ആരെങ്കിലും വേലിപ്പടർപ്പിൻ്റെ തെരുവിലെ മൈലാഞ്ചി രാത്രിയൊക്കെ പോയിട്ട് ഒടിച്ചു കൊണ്ടുവരും. അതൊരു ട്രെൻഡാ, ഒരു രസമാണ്. ആ രസമൊന്നും നേരത്തെ കുട്ടികൾക്കില്ലല്ലോ. ട്യൂബ് റെഡിമെയ്ഡായി മാറിയില്ലേ. ഞാൻ മൈലാഞ്ചി എന്നിട്ട് കൂടിയിരുന്ന് അരയ്ക്കും. ഉമ്മയും പെങ്ങന്മാരും കുട്ടികളും ഒക്കെ കൂടിയിരുന്നിട്ട് എന്നിട്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ മൈലാഞ്ചി ഇടും. ഇപ്പോൾ 50 വർഷം പൂർത്തിയായി. 6000-ലധികം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ? ഒരു ഗാനരചയിതാവ് എന്നുള്ളതിൽ ഉള്ള സ്വപ്നങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അങ്ങനെ വലിയ സ്വപ്നമൊന്നുമില്ല. പിന്നെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു നോവൽ പ്രസിദ്ധീകരിക്കണം. അതിപ്പോൾ അടുത്ത് പ്രസിദ്ധീകരിച്ചു. പിന്നെ നാടകമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ട് കാര്യമില്ല. കുറേ നാടകങ്ങൾ എഴുതി സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൈവെക്കാത്ത മേഖലയില്ല. നാടകം എഴുതി ട്രൂപ്പ് നടത്തിയിട്ടുണ്ട്, യമുന തിയേറ്റേഴ്സ് നടത്തിയിട്ട്. അത് പട്ടിണി കൊണ്ട് നിർത്തിക്കാൻ ഞാൻ. നമുക്ക് ഒരു പെരുന്നാൾ ഗാനത്തിലേക്ക് കൂടി പോയാലോ? അപ്പം അടുത്ത് നമ്മുടെ പുതിയ ജനറേഷൻ പാട്ടുകാരൻ പാടിയൊരു ഹിറ്റായ പാട്ടുണ്ട്. പിന്നെ ആബിദ് കണ്ണൂർ. നോക്കടി മോളെ മാനത്തേക്ക്, നോമ്പ് തുറന്നൊരു ക്ഷീണം തീർക്ക്, വാളൻ പുളി പോലുള്ളൊരു ശൗവാൽ അമ്പിളി നോക്ക്, നല്ല വാക്കുകളാൽ പുതു സ്നേഹത്തിൻ്റെ പാലിൽ തുറക്ക്, നോക്കടി മോളെ മാനത്തേക്ക്. അതൊന്നും ഇപ്പം നോക്കുന്ന പോലും ഇല്ലല്ലോ. അന്ന് മാസം നോക്കാനായിട്ട് കടപ്പുറത്തൊക്കെ പോയിരുന്ന രാത്രി 2 മണി വരെയൊക്കെ കാത്തിരുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. വൈകുന്നേരം പോയിട്ട് നമ്മൾ മാസം നോക്കിയ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഒരു ട്രില്ലുണ്ടായിരുന്നു. ഒന്നുമില്ല. എല്ലാം ഞാൻ പറഞ്ഞിട്ട് സ്വപ്നങ്ങൾ ബാക്കിയില്ലാന്ന്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഈ പെരുന്നാളിനെ എങ്ങനെ ആഘോഷിക്കണം? അപ്പോൾ ആഘോഷത്തിൻ്റെ മൂഡിലാണ് എല്ലാവരും ഉള്ളത്. ആഘോഷം നമ്മളുടേതായ ഒരു ആഘോഷമാണ് വേണ്ടത്. 30 ദിവസം നോമ്പെടുത്തു ലൈലത്തുൽ ഖദ്ർ പോലുള്ള നാളുകളൊക്കെ ആഘോഷിച്ച് മനസ്സ് ഭക്തി കൊണ്ട് കഴുകി ഒരു പിഞ്ഞാണം പോലെയാക്കി അതിൽ കറ പറ്റാതെ ഉള്ള ഒരു ആഘോഷമാവട്ടെ. പിന്നെ ചുറ്റുവട്ടത്തുമുള്ളവരൊക്കെ മനുഷ്യരാണ്. നമ്മളൊക്കെ മനുഷ്യരാവണം. ഏതാഘോഷത്തിൻ്റെ കൂടെയും നമ്മൾ ചേരണം. നമ്മൾ മനുഷ്യരാവണം. അതാണ് മീഡിയ വണ്ണിൻ്റെ പ്രേക്ഷകരോട്, സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകളുടെ 1 കോടി മൈലാഞ്ചി പൂക്കൾ. ഏവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. മനീഷ് പെരുവണ്ണയ്ക്കും KC ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ വൺ, കോഴിക്കോട്.